പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്നത് പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാൻ, പാപത്തിൽ നിപതിക്കാതിരിക്കാൻ നാം എന്തുമാത്രം ആത്മീയ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും നാം പാപത്തിൽ നിപതിക്കുന്നത്, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്, പരീക്ഷകളിൽ തോറ്റുപോകുന്നതെല്ലാം നമ്മുടെ തയ്യാറെടുപ്പില്ലായ്മ കൊണ്ടാണ്. നാം പ്രാർത്ഥിച്ച് ഒരു ആത്മീയ പോരാട്ടത്തിന് ഒരുക്കമില്ലാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു, പ്രാർത്ഥിക്കാൻ ഞാൻ വൈകിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മീയ യുദ്ധത്തിൽ, ഈ ആത്മീയ യാത്രയിൽ നാം എപ്പോഴും പ്രാർത്ഥനയിൽ ഒരുക്കമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ തക്ക സമയത്ത് നമുക്ക് ശക്തി ലഭിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 40-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്ന രംഗമാണ്. അവിടെ താൻ നേരിടാൻ പോകുന്ന പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് നന്നായി അറിയാമായിരുന്ന ഈശോ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ മരണത്തെ തുടർന്ന്, അല്ലെങ്കിൽ തൻ്റെ പീഡാസഹനത്തെ തുടർന്ന് ശിഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും ഈശോയ്ക്ക് അറിയാമായിരുന്നു. അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഭയം, സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം, അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈശോ അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്: നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഈ ഒരു മുന്നറിയിപ്പ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കും ഈശോ തരികയാണ്. നാം പാപികളാണ്, ബലഹീനരാണ്, നാം ബലഹീനതയിൽ വീണു പോകുന്നവരാണ്. പക്ഷേ യേശുവിൻ്റെ ശക്തിയാൽ, പ്രാർത്ഥനയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും. ആകയാൽ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥിച്ച് ഒരുക്കമുള്ളവരായിരിക്കാൻ, ഒരു ആത്മീയ പോരാട്ടത്തിന് തയ്യാറായിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉദാഹരണമായി, ഗോസിപ്പ് പറയുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, സംസാരത്തിൽ നാം പിഴവ് വരുത്തുന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചൊരുങ്ങണം: പരിശുദ്ധാത്മാവെ, സംസാരിക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ആരുടെയും കുറ്റം പറയാതെ, ആരെയും വിധിക്കാതെ സംസാരിക്കാൻ എനിക്കൊരു കൃപ നൽകണമേ എന്ന് നാം പ്രാർത്ഥിച്ചൊരുങ്ങണം. അങ്ങനെ ഒരുങ്ങുകയാണെങ്കിൽ ഈ പ്രലോഭനത്തിൽ വീണു പോകാതെ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപ തന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. അതിനുശേഷം പ്രലോഭനത്തിൽ വീഴാതിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങാം. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന വളരെ വിടുതൽ നൽകുന്ന പ്രാർത്ഥനയാണ്. അതിൽ നാം പ്രാർത്ഥിക്കുകയാണ്, ഈശോയിൽ ആശ്രയിക്കുകയാണ്, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുള്ള ശക്തിക്കായി നാം പ്രാർത്ഥിക്കുകയാണ്, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനാ രീതികൾ നമ്മൾ ആത്മീയമായി അഭ്യസിച്ച് പ്രലോഭനങ്ങളെ നേരിടാൻ നമുക്ക് കരുത്തുള്ളവരായിരിക്കാം. അതിനായി ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിലൂടെ ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ മുന്നറിയിപ്പ് നമ്മുടെ ഹൃദയത്തിലും സ്വീകരിച്ച് നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം മറ്റുള്ളവരുമായി പങ്കുവച്ച് എല്ലാവരും വചനത്തിൻ്റെ ശക്തിയിൽ വളരാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.